രാജമോഹൻ സാറേ, ഇപ്പോൾ ഈ മണിക്കൂറുകൾ കേൾക്കുന്ന ഏറ്റവും പുതിയൊരു വാർത്ത, പ്രണയിക്കാൻ തീരുമാനിച്ചു, പക്ഷേ പെണ്ണിനെ അങ്ങ് അത്ര ചെക്കന് ഇഷ്ടപ്പെട്ടില്ല. അയച്ച പെണ്ണ് കാണാൻ പോയി, ആലോചന മുറുകി കെട്ടാമെന്ന് തീരുമാനിച്ചു, പക്ഷേ വഴിയിലായി, വേണ്ടാന്ന് വിചാരിച്ചു. കാര്യം വീട്ടുകാർ ആലോചിച്ചപ്പോൾ പെണ്ണ് കൊള്ളത്തില്ല എന്ന തീരുമാനം പോലെ NSSൻ്റെ ബോർഡ് തീരുമാനിച്ചു. SNDP-കാരന്മാർ ചൗവന്മാരുമായിട്ട് കുട്ടികളുമായിട്ട് നമ്മൾ ചേരേണ്ട കാര്യമില്ല, നമ്മളെ ഇവർ കൊണ്ടുപോകുന്ന വേറെ ഏതെങ്കിലും വഴിക്കാണോ എന്ന് NSSലെ ബഹുമാനപ്പെട്ട സുകുമാരൻ നായർ സാറിനെ ബോർഡ് അംഗങ്ങൾ തിരുത്തി. സാർ, ഇതിലെന്താണ് സാർ രാഷ്ട്രീയം മണക്കുന്നത്? ഇതിൽ NSS മുന്നണി ചേരാൻ തീരുമാനിച്ചിരുന്നോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇപ്പോൾ ഇവർ തമ്മിൽ അകലാനുള്ള കാരണം ആരും പറയുന്നില്ല. എന്തുകൊണ്ട് SNDP ചേരുന്നില്ല എന്ന് പറയാൻ ഇവർ രണ്ടു കൂട്ടരും തയ്യാറാകുന്നില്ല, പറയുകയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് SNDP ആയിട്ട് യോജിച്ച് പോകുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് പത്മഭൂഷൺ വെള്ളാപ്പള്ളിയുടെ കൂടെ സാധാ സുകുമാരൻ നായർക്ക് ഒരു മുന്നണിയിലോ സഖ്യത്തിലോ വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, മാനസികമായ ബുദ്ധിമുട്ടുണ്ടായിക്കാണും. ആ ബുദ്ധിമുട്ട് ഇദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കുന്നവരെ, ഒരു ബാലസാഹിത്യ അവാർഡെങ്കിലും കൊടുക്കുന്നത് വരെ ഈ ബുദ്ധിമുട്ട് തുടരും. ഇതൊരു സൈക്കോളജിക്കൽ പ്രശ്നമാണ്, ഈഗോയുടെ പ്രശ്നമാണ്. ആ ഈഗോ ക്ലാഷിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ തൽക്കാലം മാർഗ്ഗമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിൽ വെള്ളാപ്പള്ളിയുടെ ഉദ്ദേശം എന്ത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ ചർച്ചകൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഒരു ശീതള ഛായയിലെത്തുക, തൻ്റെ മകനെയും തുഷാർ വെള്ളാപ്പള്ളിയും ഒരു ശീതള ഛായയിൽ എത്തിക്കാൻ ഉറപ്പായിട്ട് എത്തിക്കുക. ഇപ്പോൾ തുഷാറിൻ്റെ ബാർഗനിങ് പവർ വെള്ളാപ്പള്ളി ഇങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ BJP വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തുഷാറിന് BJPയിൽ കാര്യമായ ബാർഗനിങ് പവർ ഉണ്ടായിരുന്നില്ല. മറിച്ച് ആ ബാർഗനിങ് പവർ കൂട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ രണ്ടുപേരും, അച്ഛനും മകനും ഒരുമിച്ചാണ് ഇപ്പോൾ പല കാര്യങ്ങളും തീരുമാനമെടുക്കുകയും പല ചർച്ചകൾക്കും ഈ സുകുമാരനാരായിട്ടുള്ള യോജിപ്പിൻ്റെയും പോലും ചർച്ചകൾക്ക് മുൻകൈ എടുത്തത് തുഷാറും ഉണ്ടായിരുന്നു. അപ്പോൾ ആത്യന്തികമായി ഇത് BJPയുടെ കണ്ടെത്തലുണ്ട്. CPMൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു 70% കേഡേഴ്സും പ്രവർത്തകരും അനുഭാവികളും വരുന്നത് ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. അത് ചെത്തുതൊഴിലാളി യൂണിയൻ ഉണ്ടായ കാലം തൊട്ട്, ആദ്യകാലം തൊട്ട് ആ സംഘടന ഉണ്ടാക്കി വളർന്ന്, അതിൽ കൂടെ വളർന്ന് അച്യുതാനന്ദനൊക്കെ അതിന് കഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ ആ ചെത്തുതൊഴിലാളി യൂണിയൻ്റെ അവസ്ഥയിൽ നിന്നും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പതുക്കെ ഈഴവരുടെ ലോയൽറ്റി ട്രാൻസ്ഫർ ചെയ്യുകയും, ആ ലോയൽറ്റിയാണ് ഇവരുടെ മൂലധനം. ആരുടെ മൂലധനം? ഇടതുപക്ഷത്തിൻ്റെ മൂലധനം. കർഷക തൊഴിലാളിയും ഹരിജന വിഭാഗത്തെയൊക്കെ പണ്ടായി ഇവർ ഉപേക്ഷിച്ചു. ഈ ലോയൽറ്റി നിലനിർത്തണമെങ്കിൽ നഷ്ടപ്പെട്ടാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലില്ല. ഇവരുടെ മസിൽ പവർ, മണി പവർ, ഇതിനെല്ലാം താഴേക്കടയിൽ തൊട്ട് സപ്ലൈ ചെയ്ത് നിലനിർത്തുന്നത് ഈഴവ കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയെ ഒന്നുമല്ലാതാക്കാനാണ് പിണറായി വിജയൻ ശ്രമിച്ചിട്ടുള്ളൂ, അങ്ങനെ ചെയ്യുകയുള്ളൂ തന്നെ. പക്ഷെ മറിച്ച് താൻ ഈഴവനാണ്, താൻ ചെത്തുകാരൻ്റെ മകനാണെന്ന് പറയുന്നതിൽ കൂടെ ഈഴവ കമ്മ്യൂണിറ്റിയെ തന്നോടൊപ്പം നിർത്താനായിട്ടാണ് നോക്കുന്നത്. പക്ഷേ അതിനപ്പുറം NSSുമായിട്ട് യോജിക്കാൻ തുടങ്ങുമ്പോൾ രണ്ട് സംഭവങ്ങളുണ്ടായി. NSSും SNDPയും വൈകാരികമായി അകന്ന സംഘടനകളാണ്. കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ ചോദിച്ചു, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ സാമൂഹ്യ അടിത്തറ രൂപപ്പെടുത്തിയ സംഭവം എന്ന് പറയുന്നത് വിമോചന സമരമാണ്. ഇപ്പോൾ NSSന് ഇന്നത്തെ നിലപാട് ഓർക്കണം, വിമോചന സമരമാണ്. ആ വിമോചന സമരത്തിൻ്റെ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? നായർ, ഈഴവർ, ക്രിസ്ത്യൻസ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഈഴവരുമായിരുന്നു. അന്നത്തെ ഒരു മുദ്രാവാക്യം പോലും ഉണ്ട്, കേരള കൗമുദി സുകുമാര വേലകളൊന്നും ഇറക്കേണ്ട എന്ന്. കേരള കൗമുദിക്കെതിരായി ഇവിടെ കോൺഗ്രസ്സുകാരും അന്ന് കേരള കോൺഗ്രസ്സിൽ അന്ന് കോൺഗ്രസ്സുകാരും കത്തോലിക്ക സഭയും മുദ്രാവാക്യം വിളിച്ചപ്പോൾ അതിൻ്റെ ബദൽ മുദ്രാവാക്യം അന്ന് ഈ മുന്നണിയുടെ ഈഴവ ക്രിസ്ത്യൻ മുസ്ലിം നായർ സഖ്യത്തിൻ്റെ നേതാവായിട്ടുണ്ടായിരുന്നത് നായർ സമുദായാംഗമായിരുന്ന മന്നത്ത് വൽമന്നവനായിരുന്നു. അപ്പോൾ അന്ന് SNDPയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരോ വിളിച്ചിരുന്ന മുദ്രാവാക്യം തേരിലേറി നടക്കും മന്നം നേരെ പൊരുതി ജയിക്കട്ടെ എന്ന മുദ്രാവാക്യം മുഴക്കി. ഈ രണ്ട് മുദ്രാവാക്യങ്ങൾ വൈകാരികമായ അകൽച്ച വീണ്ടും വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ സാർ, ഇടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഇത് ചരിത്രമാണ് സാർ പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ പിന്മാറ്റത്തിന് മുന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണ്? ഇപ്പോഴത്തെ പിന്മാറ്റത്തിൽ യഥാർത്ഥ രാഷ്ട്രീയം വിലപേശലുകളിൽ എവിടെയോ സുകുമാരൻ നായർ വെള്ളാപ്പള്ളിയിൽ നിർത്താൻ ഉദ്ദേശിച്ച സൗഹാർദ്ദം
അല്ല, വെള്ളാപ്പള്ളിയിലല്ല, പിണറായി വിജയൻ നിർത്താൻ ഉദ്ദേശിച്ച സൗഹൃദം വെള്ളാപ്പള്ളി പിണറായി വിജയനെ മറികടന്ന് BJPയിലേക്ക് പോകുന്നു എന്ന് സുകുമാരൻ നായർക്ക് ന്യായമായിട്ടുണ്ടായിട്ടുണ്ട്. അത്തരമൊരു കച്ചവടത്തിന് അദ്ദേഹം തയ്യാറാണ്. അതായത് വെള്ളാപ്പള്ളി പതിയെ അദ്ദേഹത്തിൻ്റെ താവളത്തിലേക്ക് കൂട്ടുകൂടുമ്പോൾ അദ്ദേഹം കൊണ്ടുപോകുന്ന BJP താവളത്തിലേക്കാണ് തങ്ങളെ എന്നൊരു തോന്നൽ എൻ്റെ അസസിന് ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൊടുത്തപ്പോൾ തന്നെ പത്മവിഭൂഷൺ BJP കൊടുത്തപ്പോൾ തന്നെ അത് മാത്രമല്ല സാർ, അതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ അതിൽ ഇപ്പോൾ ഒരു കാരണം കോസ് ഉണ്ടാകുന്നു, ഇമ്മീഡിയറ്റ് കോസ് അത് തന്നെ. ഇമ്മീഡിയറ്റ് കോസ് ഈ അവാർഡ് കൊടുക്കുക വഴി നായർ സമുദായത്തെ താഴ്ത്തിക്കെട്ടി എന്നുള്ള തോന്നൽ ആർക്കുണ്ടായി? സുകുമാരൻ നായർക്കുണ്ടായി, അവരുടെ ബോർഡിനും ഉണ്ടായി. അല്ലാണ്ട് ബോർഡെന്ന് പറയേണ്ട ആവശ്യമില്ല, സുകുമാരൻ നായർ തീരുമാനിക്കുന്നത് ബോർഡ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി NSS ഒക്കെ ഒരുപോലെ തന്നെയാണ്. പിണറായി തന്നെയാണ് CPM, അതുപോലെ തന്നെ. പക്ഷെ ഇവിടെ ഇപ്പം രക്ഷപ്പെടണം ആർക്കാ? നായർ താഴെ തട്ടിലുള്ള NSS കരയോഗങ്ങളിലെ സാധാരണ നായന്മാർ മുഴുവൻ പിണറായി ആയിട്ട് ഇങ്ങനെ കൂട്ടുകൂടിന് എതിരാണ്. പക്ഷെ മറിച്ച് ആദ്യം തന്നെ BJP ആയിട്ട് കൂട്ടുകൂടുന്നവരെ അത് സുകുമാരൻ നായർക്ക് പേടിയുണ്ട്, തങ്ങളെ വിഴുങ്ങുമെന്നുള്ള പേടി. തീർച്ചയായിട്ടും, കാരണം ഒരേ കേഡേഴ്സാണ്. അതെ. അപ്പോൾ ആ അവസരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി NSSൻ്റെ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കുക ഇപ്പോൾ സുകുമാരൻ നായർക്ക് ഏറ്റവും അടിയന്തര ആവശ്യമാണ്. നിയമസഭ വരെ സമദൂരം പറയും. നിയമസഭ കഴിഞ്ഞിട്ട് എടുക്കാൻ പോകുന്ന നിലപാടുകൾ 90% കോൺഗ്രസിനെ വീണ്ടും തള്ളിപ്പറഞ്ഞ് BJPയോടൊപ്പം പോകാനായിരിക്കും ചിലപ്പോൾ സുകുമാരൻ നായർ. ഇല്ല സാർ, അങ്ങനെ വരുമോ സാർ? കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞില്ലേ, അവർ പറയുന്ന പോലെ BJPയെ അവർ പോകുന്നതിനുള്ള വെള്ളാപ്പള്ളി തങ്ങൾ ആ കൂട്ടിക്കൊണ്ട് കെട്ടുപോകുന്നൊരു പേടി കൊണ്ടാണ് മാറിയെന്ന് പറഞ്ഞില്ലേ. ഇനി ഡിസിഷൻ മേക്കിംഗ് ഒരു ആയാൽ എങ്ങനെയായിരിക്കും? ചിലപ്പോൾ ഇപ്പോൾ ഐക്യമുന്നണിയാണ് ഭരണത്തിൽ വരുന്നു, തങ്ങൾ പറയുന്ന ആളിനെ നിങ്ങൾ മുഖ്യമന്ത്രിയാക്കണം എന്നൊരു തീരുമാനം മനസ്സിൽ വെച്ചോണ്ടാണ് എങ്ങനെ ആയിരിക്കും? അല്ല, NSS കോൺഗ്രസ്സായിട്ട് ചേരുമ്പോൾ ബാർഗൈനിങ് ഉണ്ട്. രമേശ് ചെന്നിത്തല മന്ത്രിയാക്കണം. അങ്ങനെ പറയുമ്പോൾ തന്നെ സുകുമാരൻ നായരുടെ വില പോയി, രമേശിൻ്റെ വില പണ്ടേ പോയി. ഈ ഒറ്റ രമേശിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയമായി രമേശ് ഇന്ന് പിന്നിൽ നിൽക്കുന്നതിൻ്റെ കാരണം ഈ NSSന് അടിയറവ് പറഞ്ഞു. അല്ലല്ല, അടിയറവ് പറഞ്ഞെന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ മറിച്ച് സുകുമാരൻ നായരുടെ ഡിമാൻഡ് താക്കോൽ സ്ഥാനം നായർക്ക് വേണമെന്ന് പറയുകയും രമേശ് ചെന്നിത്തല ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. NSSൻ്റെ ഔദാര്യത്തിൽ മന്ത്രിയായ മട്ടിലാണ്, സമുദായ സംഘടനയുടെ ഔദാര്യത്തിൽ മന്ത്രിയായ മട്ടിലാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായത്. മാറ്റിയത് വേറെ നായരെ മാറ്റിയത് തിരുവനന്തപുരം. അതെ, ഏറ്റവും നല്ല മന്ത്രിയായിരുന്നു, ഏറ്റവും നല്ല മന്ത്രി, കുഴപ്പമില്ലാത്ത മന്ത്രി. TP കേസിലേക്ക് എല്ലാ അത് രമേശ് സ്വയം നശിക്കുന്നതിനും കോൺഗ്രസിലുള്ള രമേശിൻ്റെ വിലപേശ ശക്തി കുറയ്ക്കുന്നതിനും കാരണമായി. അതാണ് രമേശിന് പറ്റിയ അബദ്ധം. ഇനി നാളെ ഈ യോജിപ്പിൻ്റെ കാരണങ്ങൾ വ്യക്തമാക്കാൻ ഇവർ തയ്യാറാവും. ഇപ്പോൾ വിയോജിപ്പ്, ഇന്നലെ യോജിപ്പ്, ഇന്ന് വിയോജിപ്പ്. അതിൻ്റെ അർത്ഥം ഈ രണ്ട് നേതാക്കന്മാരുടെയും, അതായത് വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായരുടെയും സമൂഹത്തിലുള്ള വില ഭയങ്കരമായിട്ട് കുറയും. ഒരു എത്തിക്സ് ഇല്ലാത്ത കുറയും. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ കാണാതൊരു നേട്ടം കാണണം. ഇതിൽ കോൺഗ്രസ്സിലല്ല, കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ VD സതീശൻ്റെ ഗ്രാഫ് ഭയങ്കരമായിട്ട് ഉയരും. വീണ്ടും ഒരു വ്യക്തമായ നിലപാട് ഇക്കാര്യത്തിൽ എടുത്തിരുന്നയാൾ VD സതീശൻ മാത്രമാണ്. അപ്പോൾ ആ നിലപാട് ഉയരുമ്പോൾ ഗ്രാഫിൽ ഇവർക്ക് പല കോൺഗ്രസ് നേതാക്കന്മാർക്കും തട്ടുകേട് പറ്റും. ഇനി ആര് പിടിച്ചാലും സതീശനെ, വേണുഗോപാലല്ല, ആരെ ഉപയോഗിച്ച് സതീശനെ വീഴ്ത്താൻ നോക്കിയാലും കിട്ടില്ല. ഇനി സതീശനെ വീഴ്ത്താൻ ശ്രമിച്ചാൽ അത് കോൺഗ്രസിൻ്റെയും കൂടെ നാശത്തിൽ അവസാനിക്കും. സാർ, അപ്പോൾ ഒരു ചോദ്യം കൂടെ ചോദിക്കേണ്ടത്, അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു പിന്മാറുമ്പോൾ കോൺഗ്രസിന് എൻ ബ്ലോക്കായിട്ട് NSSൻ്റെ വോട്ട് കിട്ടുമോ? അല്ല, കോൺഗ്രസിൽ NSSൻ്റെ കുറേ വോട്ടുകൾ BJPയിലേക്ക് പണ്ടേ പോയി കഴിഞ്ഞു. അല്ല, ഇപ്പം കോൺഗ്രസിന് കിട്ടുമോ? കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ കുറവും എക്സ്ട്രാ കുറവ് കൂടെ കിട്ടും. അപ്പോൾ CPMനാണ് ശരിക്കും അടി കിട്ടിയിരിക്കുന്നത് അല്ലേ? NSSൻ്റെ വോട്ട് CPM പ്രതീക്ഷിക്കേണ്ട. അത് മാത്രമല്ല, SNDP ഈ പറയുന്ന രീതിയിൽ BJP ബാന്ധവം വരുമ്പോൾ SNDP കമ്മ്യൂണിറ്റിയിലെയും വോട്ട് CPMന് ഇനി ഗോവിന്ദ. BJPയിലേക്ക് പോയ അല്ലെ BJP ആയിട്ട് വോട്ട് ചെയ്യും. സുകുമാരൻ നായരോടുള്ള വിരോധം കൊണ്ട് കുറേ പേരെങ്കിലും കോൺഗ്രസിന് വോട്ട് ചെയ്യും. പിണറായി വിജയനായിട്ട് കൂട്ടുകൂടാൻ തയ്യാറായ സുകുമാരൻ നായർ ആരും ഇഷ്ടപ്പെടുന്നില്ല. തീർച്ചയായും. അപ്പോൾ സാർ, പിണറായി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ, പിണറായി എന്ന് പറയുന്ന വ്യക്തിയെ അത്ര കണ്ട് കേരള സമൂഹം വെറുക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയല്ലേ ഇങ്ങനെയുള്ള ഒരു മാറ്റത്തിനും കൂടെ? അത് ഈ വിഷയത്തിൽ പെട്ടതല്ല, എങ്കിലും ചോദിച്ചു. അല്ല, ഇവിടുത്തെ വിഷയം ഇപ്പോൾ സുകുമാരൻ നായരും ഇതൊക്കെ പിണങ്ങാനുള്ള വിഷയത്തിൻ്റെ കേന്ദ്രബിന്ദു പിണറായിയാണ്. പിണറായി ഇവരെല്ലാം യോജിപ്പിക്കാൻ നോക്കി. വെള്ളാപ്പള്ളിയെ കാറാക്കറ്റി കൊണ്ടുപോയി. വെള്ളാപ്പള്ളിക്ക് മോഡിയോട് പിണറായിയുടെ സ്ട്രോങ് റെക്കമെൻഡേഷൻ കാണും. മോഡിയോട് റെക്കമെൻഡ് ചെയ്ത് വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷണം കൊടുത്തു. ഇത് സുകുമാരൻ നായർക്ക് അറിയാൻ മേലാത്ത കാര്യമൊന്നുമില്ല. സുകുമാരൻ നായർ അറിഞ്ഞു കാണും. ഇങ്ങനെ വേണം അടുത്ത പ്രാവശ്യം അങ്ങനെ കൊടുക്കാമെന്നവരും പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാൽ പോലും ഇപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ സുകുമാരൻ നായർ ഒത്തിരി താവോട്ട് പോയൊരു തോന്നലുണ്ട്. ഒപ്പമാണ് എന്ന് പറഞ്ഞിട്ട് അവസാനം ഇയാളൊന്നും അല്ലാതായി എന്നുള്ള തോന്നലുണ്ട്. മമ്മൂട്ടിയും വെള്ളാപ്പള്ളിയൊക്കെ താരതമ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് വരെ ആ അവാർഡിൻ്റെ മഹത്വം കളഞ്ഞു. ആ അവാർഡിൻ്റെ അപകടത്തെക്കുറിച്ച് പിന്നെ സംസാരിക്കും, പിന്നെ ഒരു ചർച്ച പറയും. ഇതാണ് ഇപ്പോൾ. ഏതായാലും സാർ, ഇങ്ങനെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന രീതിയിൽ രണ്ട് മതസംഘടനകളെ കൂടെ നിർത്തിക്കൊണ്ട് CPM, പ്രത്യേകിച്ച് പിണറായി വിജയൻ മനസ്സിൽ കണക്ക് കൂട്ടിയ ആ ഹിന്ദു വോട്ടെന്ന് പറയുന്നത് ഇതോടെ അങ്ങ് പൊളിയും. അങ്ങനെയല്ല, ഇപ്പോൾ ഇത് ഹിന്ദു വോട്ട് ഡിവൈഡഡായി. CPMൻ്റെ കൂടെ ഉണ്ടായിരുന്ന SNDP വോട്ടുകൾ, ഈഴവ വോട്ടുകൾ
BJP-യിലേക്ക് അതല്ല NSSന്റെ വോട്ടൊന്നും CPM കിട്ടില്ല. പഴയ NSSകാർ വളരെ 10 പേരെടുത്ത ഒരാൾ വല്ലതും CPM വോട്ട് അതായത് ചെയ്യുന്നത്. കുറച്ചുകൂടെ കുറയും. അത് സാമ്പത്തികമായി കുറഞ്ഞു നിൽക്കുന്ന സാധാരണക്കാരായ NSSകാരെ CPM-നോടൊപ്പം നിൽക്കുള്ളൂ. കാശുള്ള NSSകാർ ഒരിക്കലും CPM-ന് വോട്ട് ചെയ്യില്ല. വോട്ട് ചെയ്യില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു അവസരത്തിൽ അപ്പോൾ സാർ ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഇവർക്ക് വ്യക്തി താല്പര്യങ്ങളാണ് ഇവർക്കൊക്കെ ഉണ്ടായിരുന്നത്. അതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ വ്യക്തി താല്പര്യം പിണറായി വിജയനെ കൊണ്ട് നേടാനിരുന്നത് ഇനി വരുന്ന 2 മാസത്തിനകത്ത് അത് നേടാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടും ആയിരിക്കുമോ ഈ പറയുന്ന രീതിയിൽ സുകുമാരൻ നായർ മാറിയത്? അടുത്ത UDF വരാൻ പോകുന്നെങ്കിൽ അവരുടെ വ്യക്തി താല്പര്യം സംരക്ഷിക്കാൻ UDF അല്ലേ വേണം. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ കള്ളത്തരം ഈ 2 മാസത്തിനിടയ്ക്ക് പൊളിച്ചിട്ട് കൊടുക്കുമോ പിണറായി വിജയൻ? അപ്പോൾ പൊളിക്കാൻ പിണറായി വിജയനെ കൊണ്ട് പറ്റില്ല. അദ്ദേഹം അശക്തനായി. ഇപ്പോൾ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് ഒത്തിരി കപ്പാസിറ്റി ഉദ്യോഗസ്ഥന്മാരൊന്നും കേൾക്കാതായി തുടങ്ങി. പാർട്ടി കേഡേഴ്സ് തന്നെ പോലീസുകാർ കേൾക്കാതായി തുടങ്ങി. പോലീസ് അതൊരു വലിയ ചേഞ്ചാണ്. പാർട്ടിക്കകത്ത് കണ്ണൂർ പോലും ചലഞ്ചുണ്ടായി വരികയാണ്. ഏതായാലും സാർ ഈ മാറ്റം അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഈ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് അത് സംസാരിച്ച് തീർക്കാനുള്ളതല്ല. ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് വരുന്നതനുസരിച്ച് നമുക്ക് തുടർന്നും ഇരിക്കാം.